ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CodeEureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലേന്ന് എങ്ങനെയാണ് ഒരു ജാവ പ്രോഗ്രാം വെച്ച് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഒരു എക്സ്ട്രാ ഡേ കാണും. അപ്പൊ നോർമൽ ഇയറും ലീപ്പ് ഇയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോർമൽ ഇയറിന് 365 ദിവസം കാണും അല്ലെ. ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഡേ എക്സ്ട്രാ വരുന്നത് കൊണ്ട് 366 ദിവസം കാണും. ആ ഒരു ഡേ എക്സ്ട്രാ വരുന്നത് ഫെബ്രുവരിയിലായിരിക്കും. നോർമൽ ഇയറിൽ ഫെബ്രുവരിയിൽ 28 ദിവസമായിരിക്കും, ലീപ്പ് ഇയർ വരുമ്പോൾ 29 ദിവസമായിരിക്കും അല്ലെ. അപ്പോൾ നമ്മളൊരു ഇയർ ലീപ്പ് ഇയർ ആണോ അല്ലേന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ വരുന്നത്. അപ്പോൾ ആ വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മുടെ ആ ഇയർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്, അല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല അല്ലെ. അപ്പോൾ നമ്മളുടെ ഈ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2023നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഫെബ്രുവരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 28 ദിവസമേ ഉള്ളൂ, കറക്റ്റ് അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇയർ എടുത്ത് നോക്കുകയാണ്, 2024 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പൊ അത് 29 ദിവസമുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇയർ 2024 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്, ശരിയല്ലേ? പക്ഷെ നമ്മൾ ജാവയിൽ ചെയ്യുമ്പോൾ ഈ ഡിവിസിബിലിറ്റി ബൈ 4 മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കുറച്ച് കണ്ടീഷനൂടെ ചെക്ക് ചെയ്യും, കുറച്ച് കണ്ടീഷൻ ചെക്കോടെ നടത്തണം, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് ലീപ്പ് ഇയർ ആണോ എന്ന് പറയാൻ പറ്റും. അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അത് ഡിവിസിബിൾ ബൈ 400 ആയിരിക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഇയർ ഡിവൈഡഡ് ബൈ 400 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, അതായത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കണം ആൻഡ് നോട്ട് ഡിവിസിബിൾ ബൈ 100 ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകിൽ നമ്മുടെ വർഷത്തിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ്. അങ്ങനല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഡിവിസിബിലിറ്റി ബൈ 4 ആണ് എളുപ്പം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ ഒരു കണ്ടീഷനോടെ ചെക്ക് ചെയ്യണം, അത് 100 കൊണ്ട് ഡിവൈഡ് ആവാൻ പാടില്ല. അത് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 00 അവസാനിക്കുന്ന കുറച്ച് ഇയേഴ്സ് അത് എന്തായാലും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, പക്ഷെ അതൊരു ലീപ്പ് ഇയർ അല്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1700, 1800, 1900, 2100, 2200, ഇങ്ങനെ കുറെ 00 അവസാനിക്കുന്ന കുറച്ച് സെഞ്ചുറി വർഷങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും, പക്ഷെ അത് ലീപ്പ് ഇയർ അല്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇപ്പൊ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്നത്, നമുക്ക് ഈ 2100 നോക്കാം. അപ്പൊ 2100 നോക്കുമ്പോ 2100 എന്ന് പറയുമ്പോൾ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കാണാം അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിക്ക് 29 ദിവസം കാണണ്ടേ, പക്ഷെ അതാ കണ്ടോ, ഫെബ്രുവരിക്ക് 28 ദിവസമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിവിസിബിൾ ബൈ 100, നോട്ട് ഡിവിസിബിൾ ബൈ 100 ചെക്ക് കോഡ് നടത്തുന്നത്. അപ്പൊ ചില സെഞ്ചുറി ഇയേഴ്സിൽ അത് ലീപ്പ് ഇയർ എന്നായിരിക്കും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കാണിക്കുന്നത്, പക്ഷെ അത് ലീപ്പ് ഇയർ അല്ല. മനസ്സിലായല്ലോ? ഇതിനി നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു ഇയർ കൊടുക്കുകയാണ്. ഒരു 2016 കൊടുത്തു. ഇനി നമുക്ക് എന്താണ്, ഇഫ് വെച്ച് ചെക്ക് ചെയ്യാം. അപ്പൊ ഇഫ് ലൂപ്പ്, ഞാൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം. എന്റെ സിൻടാക്സ് എങ്ങനെയാണ്, എന്റെ ഫ്ലോ എന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കണം, ഇഫ് ഇയർ മോഡ് 400, അതായത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, വാല്യൂ 0 ആയിരിക്കും അല്ലെ. ഇയർ മോഡ് 4 എന്ന് പറയുന്നത് ഈക്വൽ ടു 0. ഒന്നുകിൽ ആ കണ്ടീഷൻ വാലിഡേറ്റ് ആവണം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ വാലിഡേറ്റ് ആവണം, ശരിയല്ലേ? ഇപ്പൊ ഒന്നുകിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ ലീപ്പ് ഇയർ ആണ്, അതല്ലെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പൊ ഇതോ അല്ലെങ്കിൽ രണ്ടാമത്തതോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഓർ ഓപ്പറേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഓറിന് നമ്മൾ ജാവയിൽ കൊടുക്കുന്നത് പൈപ്പ് സിമ്പിൾ ആണ്. പൈപ്പ് സിമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ എന്റെ ലാപ്ടോപ്പിൽ ഇത് ബാക്ക് സ്പേസിന്റെ താഴെ ഒരു സ്ലാഷ് ഉണ്ട്, അതിന്റെ നേരെ തന്നെ ഒരു സ്ട്രെയിറ്റ് സ്ലാഷ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഷിഫ്റ്റ് ആ സ്ലാഷ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡബിൾ ഓർ, ആൻഡ് ആണെങ്കിൽ ഡബിൾ ആൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷനോ അല്ലെങ്കിൽ ഓർ കൊടുത്തു. ഇനി എന്താണ്, ഒരു ബ്രാക്കറ്റ് കൂടെ കൊടുക്കുക. എന്നിട്ട് ഇയർ മോഡ് 4 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. അതിന്റെ കൂടെ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ഇതും കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ എന്താണ്,
രണ്ടും സാറ്റിസ്ഫൈ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ ഓർ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു ആൻഡ് കണ്ടീഷൻ കൂടെ കൊടുക്കണം. ആൻഡ് ഇയർ മോഡ് 100 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ? ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് റൈറ്റിലോട്ട് മാറ്റാം. ഈക്വൽ ടു 0ക്ക് പകരം നോട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇതൊരു കണ്ടീഷൻ ഞാൻ ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തു, രണ്ടാമത്തെ കണ്ടീഷൻ വേറൊരു ബ്രാക്കറ്റിൽ കൊടുത്തു. അപ്പോൾ ഈ ഓർ ഓപ്പറേറ്റർ കിടക്കുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ അത് ലൂപ്പിനകത്തോട്ട് കയറും. ഓക്കെ, അപ്പൊ ഞാൻ ഇഫ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബ്രാക്കറ്റിൽ ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തു. അപ്പൊ ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഒരു ബ്രാക്കറ്റിനകത്തായിരിക്കണം കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പൊ അതാ ഇത് മൊത്തത്തിൽ ഒരു ബ്രാക്കറ്റിന്റെ അകത്താക്കണം. മനസ്സിലായല്ലോ? ഈ ആദ്യത്തെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇഫ് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബ്രാക്കറ്റ് കൊടുക്കും. അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ അത് ആദ്യത്തെ ബ്രാക്കറ്റിൽ കൊടുത്തു. അതായത് 400 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. ഇത് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ ഇത് ഇഫ് ലൂപ്പിനകത്ത് കയറും. കാരണം എന്താണ്? ഓർ ഓപ്പറേറ്റർ അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മതി. ഈസ് എ ലീപ്പ് ഇയർ. ഓക്കെ, ഇനി ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല എന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് രണ്ടാമത്തെ കേസ് നോക്കും. ഇത് ഇപ്പൊ രണ്ടാമത്തെ കേസിൽ പോവാണെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെ ഈ ബ്രാക്കറ്റിനകത്ത് കയറുമ്പോൾ അത് ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യും. കാരണം എന്താണ്? ഇവിടെ ആൻഡ് ആണ്. പക്ഷെ ഇവിടെ ഓർ ആയിരുന്നെങ്കിൽ ആദ്യത്തെ മാത്രം ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇവിടെ ആൻഡ് ആയതുകൊണ്ട് ഈ കണ്ടീഷനും ഈ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആകുന്നെങ്കിൽ മാത്രമേ ഈ ലൂപ്പിൽ കയറും. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകിൽ ഈ ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഇത്രയും കണ്ടീഷൻ ഇതിലേതെങ്കിലും സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ ഇത് ലീപ്പ് ഇയർ ആണ്, അല്ലെങ്കിൽ നോട്ട് എ ലീപ്പ് ഇയർ. ഓക്കെ, കൊടുത്തല്ലോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2016 അല്ലേ കൊടുത്തത്? 2016 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ 2100 ആ സെഞ്ചുറി ഇയേഴ്സ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നോട്ട് എ ലീപ്പ് ഇയർ ഇതാ കറക്റ്റ് ആയിട്ട് കിട്ടി. മനസ്സിലായല്ലോ? ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാതെ യൂസറുടെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ആയിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിസ് ഔട്ടിനകത്ത് എൻ്റർ എ ഇയർ എന്ന് കൊടുക്കുക. എന്നിട്ട് സ്കാനർ വെച്ചിട്ട് യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കണ്ട, കൺസോളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ന്യൂ സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു system.in. ഓക്കെ, ഇനി സോറി ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് എറർ കാണിക്കുന്നത്. ഇനി ഇയർ എന്തായാലും ഇന്റ് ആയിരിക്കുമല്ലോ. ഇന്റ് ഇയർ ഈക്വൽ ടു സ്കാനറിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഇൻഡിജർ ആയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇന്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ വാങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതിന് പകരം കൺസോളിൽ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ ഒരു ഇയർ ചോദിക്കും. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒരു ഇയർ കൊടുക്കാം, നോട്ട് എ ലീപ്പ് ഇയർ. ഓക്കെ, ഇനി വേണേ 2024 കൊടുക്കാം വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസ് എ ലീപ്പ് ഇയർ. മനസ്സിലായല്ലോ? അപ്പൊ ഈ മെയിൻ കണ്ടീഷനാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്നുകിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം, അല്ലെ ഈ സെക്കൻഡ് കണ്ടീഷനിലോട്ടാണ് അത് വരുന്നതെങ്കിൽ, അതായത് ഇൻ കേസ് ഏതെങ്കിലും കേസിൽ ഇത് വാലിഡേറ്റ് ആയില്ല, അപ്പൊ സെക്കൻഡ് കേസിൽ വന്ന് നോക്കുമ്പോൾ അതിന്റെ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ അത് ലീപ്പ് ഇയർ ആവത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.